വെൽക്കം ടു സഫിയർ ഫ്യൂച്ചർ അക്കാദമി ബോർഡ് ബൂസ്റ്റർ സീരീസ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ സെക്കൻഡ് ഇയർ സുവോളജിയിലെ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കോമൺ ഹ്യൂമൻ ഡിസീസുകളെ കുറിച്ച് പഠിച്ചു. എയ്ഡ്സ്, ക്യാൻസർ ഡിസ്കസ് ചെയ്തു. അതുപോലെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മൾ തുടങ്ങി അല്ലേ. അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്താണെന്ന് പഠിച്ചു. ഇനി അടുത്ത നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അക്വയർഡ് ഇമ്മ്യൂണിറ്റിയാണ്. വി നോ ദർ ആർ ടു ടൈപ്സ് ഓഫ് ഇമ്മ്യൂണിറ്റി അല്ലെ. നമ്മുടെ ബോഡിയിൽ രണ്ട് തരത്തിലുള്ള ഇമ്മ്യൂൺ സിസ്റ്റമാണ് അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റികളാണ് ഉള്ളത്. അക്വയർഡ് ഇമ്മ്യൂണിറ്റി ഉണ്ട്, ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ഉണ്ട്. അതിൽ ആദ്യത്തേത് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ഡിസ്കസ് ചെയ്തു. അടുത്തത് അക്വയർഡ് ഇമ്മ്യൂണിറ്റി. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ഒക്കേഴ്സ് അറ്റ് ദ ടൈം ഓഫ് ബർത്ത് അല്ലെ. നമ്മൾ ജനിക്കുമ്പോഴേ നമുക്ക് കിട്ടുന്ന ഇമ്മ്യൂണിറ്റിക്ക് വിളിക്കുന്ന പേരാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. എന്നാൽ ഇവിടെ അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒരാള് ജനിച്ചതിന് ശേഷം ആളുടെ ലൈഫ് ടൈമിൽ അക്വയർ ചെയ്യുന്ന, നേടിയെടുക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഇമ്മ്യൂണിറ്റിക്ക് വിളിക്കുന്നതാണ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി. സോ അപ്പോൾ നമ്മൾ ജനിച്ചതിന് ശേഷം കിട്ടുന്ന ഇമ്മ്യൂണിറ്റിക്കാണ് നമ്മൾ അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. ദിസ് ഈസ് നോൺ സ്പെസിഫിക് ടു പാത്തജൻ അല്ലെ. നോൺ സ്പെസിഫിക് എന്താണ്? നമ്മുടെ ബോഡിയിലെ ഏത് പാത്തോജൻസ് ബോഡിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാലും അവന്മാർക്കെതിരെ ഇത് പ്രവർത്തിക്കും. പക്ഷേ അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് പാത്തോജൻ സ്പെസിഫിക് ആണ്. പാത്തോജൻ സ്പെസിഫിക് എന്ന് വെച്ചാൽ ഏതെങ്കിലും ഏത് പാത്തോജനാണ് ബോഡിയിലേക്ക് പ്രവേശിക്കുന്നത്, ആ പർട്ടിക്കുലർ അല്ലെങ്കിൽ ആ സ്പെസിഫിക് പാത്തോജനെ കൊന്നുകളയാൻ വേണ്ടിയിട്ടുള്ള സിസ്റ്റമാണ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ പാത്തോജനും സ്പെസിഫിക് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി ആയിരിക്കും പ്രൊഡ്യൂസ് ഉണ്ടാവുക. ഓക്കെ. സോ അക്വയർഡ് ഇമ്മ്യൂണിറ്റി ഈസ് പാത്തോജൻ സ്പെസിഫിക്. എന്താണ്? അക്വയർഡ് ഇമ്മ്യൂണിറ്റി പാത്തോജൻ സ്പെസിഫിക് ആണ്. ഇനി നമ്മൾ പറഞ്ഞു നമ്മൾ ജനിച്ചതിന് ശേഷം നമുക്ക് ലഭിക്കുന്നതാണ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി അല്ലെ. ഇനി മറ്റൊരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് അക്വയർഡ് ഇമ്മ്യൂണിറ്റി ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ മെമ്മറി, ഓർമ്മ. എന്താണ് ഓർമ്മ എന്ന് വെച്ചാൽ, നമ്മൾക്ക് എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് നമുക്ക് ലൈഫിൽ ഉണ്ടായാൽ നമ്മളത് സൂക്ഷിച്ചു വയ്ക്കും അല്ലെ. ചില ഇൻസിഡന്റുകളൊക്കെ നമ്മൾ ചിലപ്പോൾ മറന്നുപോകാതെ ഓർത്ത് വെക്കും. എന്നിട്ട് ചില സമയങ്ങളിൽ നമ്മൾ ഓർമ്മിക്കും അല്ലെ, റിക്കലക്ട് ചെയ്യും. അത് നമ്മൾ ഓർമ്മ എന്ന് പറയുന്നത്, പഴയ കാര്യങ്ങൾ നമ്മൾ ഓർത്തെടുക്കുന്നതാണ് ഓർമ്മ. അതുപോലെ തന്നെ നമ്മുടെ അക്വയർഡ് ഇമ്മ്യൂണിറ്റിയുടെ ഒരു പ്രത്യേകതയാണ് അവന് എന്തുണ്ട്? മെമ്മറി ഉണ്ടെന്നുള്ളത്. എന്താണ് മെമ്മറി എന്ന് ഉദ്ദേശിക്കുന്നത്? അതായത് ഇത്രേ ഉള്ളൂ, നമ്മുടെ ബോഡിയിൽ ഏതെങ്കിലും ഒരു പാത്തോജൻ, ഒരു ഭീകരനായിട്ടുള്ള ഒരു പാത്തോജൻ നമ്മുടെ ബോഡിയെ ആക്രമിച്ചു എന്ന് വിചാരിക്കും. ചിലപ്പോൾ വൈറസ് ഒക്കെ ആയിരിക്കും. ഈ വൈറസ് ബോഡിയിലേക്ക് അല്ലെങ്കിൽ ഇന്നേറ്റ് ഇമ്മ്യൂൺ സിസ്റ്റം പരാജയപ്പെടുന്നു, അവനെ കൊന്നുകളയാൻ നടക്കുന്നില്ല. അവസാനം ഇവൻ നമ്മുടെ ബ്ലഡിലെത്തും. അപ്പോൾ ബ്ലഡിൽ എത്തിക്കഴിയുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ഈ ഇമ്മ്യൂൺ സിസ്റ്റം അല്ലെങ്കിൽ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത് അവൻ പാത്തോജൻസിനെ, ഈ ബ്ലഡിലെത്തിയ പാത്തോജൻസിനെ എന്ത് ചെയ്യും? ആക്രമിക്കും, കൊന്നുകളയാൻ ശ്രമിക്കും. അപ്പോൾ എന്ത് ചെയ്യും? ചില സിവിയർ ആയിട്ടുള്ള, ചില ഭയങ്കര ഭീകരന്മാരായിട്ടുള്ള പാത്തോജൻസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ബോഡി പരാജയപ്പെട്ടു പോകും. നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഈ പറയുന്ന പാത്തോജൻസിനെ കൊന്നുകളയാൻ പറ്റാതെ വരും. അപ്പോൾ എന്താ സംഭവിക്കുക? ആ പാത്തോജൻ മൂലം നമുക്ക് ആ അസുഖം വരും അല്ലേ. മനസ്സിലായല്ലോ. ഇനി വീണ്ടും വന്ന അസുഖം വന്നു, അത് കുറഞ്ഞു പോയി എന്ന് വിചാരിക്കുക. കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും ആ സെയിം പാത്തോജൻ തന്നെ വീണ്ടും നമ്മുടെ ബോഡിയെ ആക്രമിക്കാന്ന് വിചാരിക്കുക. അപ്പൊ നമ്മുടെ ബോഡി എന്ത് ചെയ്യുന്നറിയാമോ, അല്ലെങ്കിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം എന്തെന്നറിയാമോ? ഓർക്കും, ഇവൻ അന്ന് വന്നതാണ്, അത്ര ഒരു 10 വർഷം മുമ്പ് നമ്മുടെ ബോഡി ആക്രമിച്ചത് എന്നെ തോപ്പിച്ചിട്ട് പോയവനാണ്. അപ്പൊ ഇനി വന്നു കഴിഞ്ഞാൽ ഇവനെ വിടാൻ പറ്റില്ല, അവനെ കൊന്ന് നശിപ്പിച്ച് പണ്ടാരം എടുക്കണം എന്നങ്ങ് ചിന്തിക്കും. എന്ത് ചെയ്യും? വളരെ ഇന്റൻസിറ്റി കൂടിയ രീതിയിലുള്ള ഇമ്മ്യൂൺ സിസ്റ്റം അവിടെ വർക്ക് ചെയ്യും. ഉറപ്പായിട്ടും അവനെ കൊന്നു കളഞ്ഞിരിക്കും. ഇതാണ് നമ്മൾ മെമ്മറി എന്ന് വിളിക്കുന്നത്. മനസ്സിലായി? അപ്പോൾ ഏതെങ്കിലും ഒരു പ്രീവിയസ് എക്സ്പീരിയൻസിൽ ഏതെങ്കിലും ഒരു പാത്തോജൻ ബോഡിയെ ആക്രമിക്കുകയും ബോഡിക്ക് പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ തടയാൻ സാധിക്കാതെ വരികയും അയാൾക്ക് നമുക്ക് രോഗം വരികയും ചെയ്യാം. വീണ്ടും എത്ര വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും അതേ പാത്തോജൻ തന്നെ നമ്മുടെ ബോഡിയിലേക്ക് പ്രവേശിക്കാം. അപ്പൊ പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും പറ്റുക? നമ്മുടെ ബോഡി എന്ത് ചെയ്യും? ഓർത്തു വെക്കും. അവൻ അന്ന് 10 വർഷം മുമ്പ് വന്നതാണെന്ന് ഓർത്തു വെച്ചിട്ട് എന്ത് ചെയ്യും? കൂട്ടത്തോടെ ആക്രമിച്ച് അവനെ ഉറപ്പായിട്ടും കൊന്നുകളയും. നമുക്ക് ചില അസുഖങ്ങളൊക്കെ, നമ്മൾ ചിക്കൻ ബോക്സ് ഒക്കെ ഇങ്ങനെ വരില്ല എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ഇതിന്റെ ഒരു തരത്തിലുള്ള എക്സാമ്പിൾ ആണ്. നോക്കൂ, ടെക്സ്റ്റിൽ നോക്കൂ. മീൻസ് ദാറ്റ് അവർ ബോഡി വെൻ ഇറ്റ് എൻകൗണ്ടേഴ്സ് എ പാത്തോജൻ ഫോർ ഫസ്റ്റ് ടൈം
പ്രൊഡ്യൂസസ് എ റെസ്പോൺസ് കോൾഡ് പ്രൈമറി റെസ്പോൺസ്. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് തരത്തിലുള്ള റെസ്പോൺസുകളെ കുറിച്ച് പഠിക്കുക. അക്വേർഡ് ഇമ്മ്യൂണിറ്റി എന്താണ്, ബോഡിയിലേക്ക് ഒരു പാത്തജൻ വന്നു കഴിഞ്ഞാൽ അവൻ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. രണ്ട് ടൈപ്പ് ഓഫ് റെസ്പോൺസ് നമുക്ക് പറയാം. പ്രൈമറി റെസ്പോൺസും ഉണ്ട്, സെക്കൻഡറി റെസ്പോൺസും ഉണ്ട്. പ്രൈമറി റെസ്പോൺസ് ആൻഡ് സെക്കൻഡറി റെസ്പോൺസ്. പ്രൈമറി റെസ്പോൺസ് എന്ന് വെച്ചാൽ ഒരു പാത്തജൻ ആദ്യമായിട്ട് ഒരു പാത്തജൻ ബോഡിയിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ നമ്മുടെ ബോഡി അവനെ അറ്റാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ആക്രമിക്കാൻ നടത്തുന്ന റെസ്പോൺസിനെ, ആദ്യമായി നടത്തുന്ന റെസ്പോൺസിനെ വിളിക്കുന്ന പേരാണ് പ്രൈമറി റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പൊ ആ പ്രൈമറി റെസ്പോൺസിൽ എന്ത് സംഭവിച്ചേക്കാം? ചിലപ്പോൾ നമ്മുടെ ബോഡി തോറ്റുപോകും, ഈ പാത്തജൻ ജയിക്കും, ഈ വൈറസ് ജയിക്കും, നമുക്ക് രോഗം ഉണ്ടാവും. ഓക്കെ, അതാണ് പ്രൈമറി റെസ്പോൺസ് വിച്ച് ഈസ് ഓഫ് ലോ ഇന്റൻസിറ്റി. അപ്പൊ പ്രൈമറി റെസ്പോൺസിന്റെ പ്രത്യേകത എന്താ? ഇന്റൻസിറ്റി കുറച്ച് കുറവായിരിക്കും. അപ്പൊ ഒത്തിരി സ്ട്രോങ് ആയിട്ടുള്ള വൈറസ് വരുന്നെങ്കിലോ ലോ ഇന്റൻസിറ്റിയിലുള്ള ആ റെസ്പോൺസിനെ ഈ വൈറസ് പരാജയപ്പെടുത്തും. അതാണ് ലോ ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. ഇനി എന്ത് സംഭവിക്കാം? വർഷങ്ങൾ കഴിയുമ്പോൾ സബ്സീക്വന്റ് എൻകൗണ്ടർ. എന്താ സബ്സീക്വന്റ്? വീണ്ടും കുറെ വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കും വീണ്ടും വിത്ത് ദ സെയിം പാത്തജൻ എലിസിറ്റ്സ് ഹൈലി ഇന്റൻസിഫൈഡ് സെക്കൻഡറി ഓർ അനാംനെസ്റ്റിക് റെസ്പോൺസ്. എന്ത് ചെയ്യാം? വർഷങ്ങൾ കഴിയുമ്പോൾ ഈ സെയിം പാത്തജൻ തന്നെ വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? നമ്മുടെ ബോഡി മെമ്മറി ഉണ്ട്, ഓർത്തു വെക്കും. അവൻ എന്ത് ചെയ്യും? ഇവൻ 5 വർഷം മുമ്പ് വന്ന് എന്നെ തോപ്പിച്ചിട്ട് പോയതാ, ഇനി അവനെ ജയിക്കാൻ ഞാൻ ഒരു കാരണവശാലും സമ്മതിക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും? മോർ ഹൈലി ഇന്റൻസിഫൈഡ് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി പ്രൊഡ്യൂസ് ചെയ്ത് അവനെ കൊന്നുകളയും അല്ലെങ്കിൽ നശിപ്പിച്ചു കളയും. അങ്ങനെ രണ്ടാമത്തെ ആ റെസ്പോൺസിനെ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി ഓർ അനാംനെസ്റ്റിക് റെസ്പോൺസ് എന്ന് വിളിക്കുന്നത്. സെക്കൻഡറി ഓർ അനാംനെസ്റ്റിക് റെസ്പോൺസ്. ദിസ് ഈസ് അസ്ക്രൈബ്ഡ് ടു ദ ഫാക്ട് ദാറ്റ് അവർ ബോഡി അപ്പിയേഴ്സ് ടു ഹാവ് മെമ്മറി ഓഫ് ഫസ്റ്റ് എൻകൗണ്ടർ. അത് എന്തുകൊണ്ടാണ് സെക്കൻഡറി റെസ്പോൺസിൽ ഹൈ ഇന്റൻസിഫൈഡ് റെസ്പോൺസ് എന്ന് പറയുന്നത്? ബോഡിക്ക് അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റിക്ക് മെമ്മറി എന്ന് പറഞ്ഞൊരു കഴിവ് ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, ഇതാണ് നമ്മൾ അക്വേർഡ് ഇമ്മ്യൂണിറ്റിയെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇത്ര മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി എങ്ങനെയാണ് നമുക്ക് ഈ അക്വേർഡ് ഇമ്മ്യൂണിറ്റി കിട്ടുന്നത്? എങ്ങനെയാണ്, അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് അക്വേർഡ് ഇമ്മ്യൂണിറ്റി, എങ്ങനെ നമുക്ക് ഈ പ്രൈമറി റെസ്പോൺസും സെക്കൻഡറി റെസ്പോൺസും പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നാണ് നോക്കുന്നത്. അതിൽ ആദ്യത്തേത് നോക്കൂ, പ്രൈമറി ആൻഡ് സെക്കൻഡറി റെസ്പോൺസസ് ആർ ക്യാരിഡ് ഔട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് 2 ലിംഫോസൈറ്റ്. ലിംഫോസൈറ്റ്, നമ്മളൊരു വാക്ക് പഠിച്ചു, ലിംഫോസൈറ്റ്. കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ കേൾക്കുന്ന പേരാണ് ലിംഫോസൈറ്റ് എന്ന് പറയുന്നത്. എന്താണ് ലിംഫോസൈറ്റ്? ലിംഫോസൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദീസ് ആർ സെൽസ് ദാറ്റ് പ്രൊവൈഡ്സ് ഇമ്മ്യൂണിറ്റി. അല്ലെ, നമുക്ക് എന്താണ് ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന സെല്ലുകളുടെ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ ലിംഫോസൈറ്റുകൾ എന്ന് വിളിക്കുന്നത്. അല്ലെ, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന സെല്ലുകൾക്ക്, ഗ്രൂപ്പ് ഓഫ് സെൽസിന് വിളിക്കുന്ന പേരാണ് ലിംഫോസൈറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ ലിംഫോസൈറ്റ് എന്ന് പറയുന്നത് 2 തരത്തിലുള്ള ലിംഫോസൈറ്റുകളാണ് നമ്മുടെ ബോഡിയിൽ ഉള്ളത്. അതായത് അക്വേർഡ് ഇമ്മ്യൂണിറ്റി ഈസ് അച്ചീവ്ഡ് ബൈ 2 ടൈപ്സ് ഓഫ് ലിംഫോസൈറ്റ്സ്. ഏതൊക്കെയാണത്? വൺ ഈസ് ടി ലിംഫോസൈറ്റ് ആൻഡ് ദ അതർ ഈസ് ബി ലിംഫോസൈറ്റ്. ഒന്ന് ടി ലിംഫോസൈറ്റും അടുത്തത് ബി ലിംഫോസൈറ്റുമാണ്. ഓക്കെ, എന്താണ് ടി ലിംഫോസൈറ്റും അല്ലെങ്കിൽ എന്താണ് ബി ലിംഫോസൈറ്റും? എന്താണ്? ടി ലിംഫോസൈറ്റ് പ്രൊവൈഡ്സ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. ഇവർ തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്ന് പറയുന്നത് ടി ലിംഫോസൈറ്റ്സ് പ്രൊവൈഡ്സ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ആൻഡ് ദ ബി ലിംഫോസൈറ്റ് പ്രൊവൈഡ്സ് ആന്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ഓർ ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി. ഓക്കെ, ഇനി അതെന്താണെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നമ്മൾ ജനിച്ചു കഴിയുമ്പോൾ, ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ, നമ്മൾ മനുഷ്യർ ജനിച്ചു കഴിയുമ്പോൾ നമ്മുടെ ബോൺ മാരോ ഉണ്ട്, അറിയാലോ. ബോണിലുള്ള അതിൻ്റെ അകത്തുള്ള നമ്മുടെ ബോൺസ് ഉണ്ടല്ലോ, ആ ബോൺസിൻ്റെ അകത്തുള്ള എന്താ പറയുക, ഒരു റെഡ് കളറിലൊക്കെ ഇരിക്കുന്ന കുറെ സെല്ലുകൾക്ക് വിളിക്കുന്ന പേരാണ് ബോൺ മാരോ എന്ന് വിളിക്കും. ഈ ബോൺ മാരോയിൽ നിന്നും 2 ടൈപ്സ് ഓഫ് സെൽസ്, നമ്മുടെ ബോൺ മാരോ 2 തരത്തിലുള്ള സെല്ലുകൾ പ്രൊഡ്യൂസ് ചെയ്യും. ആ സെല്ലുകൾക്ക് വിളിക്കുന്ന പേരാണ് ലിംഫോസൈറ്റ് എന്ന് വിളിക്കും. ആ സെല്ലുകൾക്ക് നമ്മൾ ലിംഫോസൈറ്റ് എന്ന് വിളിക്കും. ഈ ലിംഫോസൈറ്റില് അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലിംഫോസൈറ്റില് കുറെ ലിംഫോസൈറ്റുകൾ ബോൺ മാരോയിൽ തന്നെ നിൽക്കും. കുറെ ലിംഫോസൈറ്റുകൾ അവിടെ ഫോം ചെയ്ത ബോൺ മാരോയിൽ തന്നെ നിൽക്കും. വേറെ കുറച്ച് ലിംഫോസൈറ്റുകൾ എന്ത് ചെയ്യുന്നറിയാമോ? അവരവിടെ നിന്ന് മൂവ് ചെയ്തിട്ട് തൈമസ് ഗ്ലാൻഡിലേക്ക് പോകും. ഓക്കെ, തൈമസ് ഗ്ലാൻഡിലേക്ക് പോകും. അപ്പോൾ കുറെ പേര് ബോൺ മാരോയിൽ തന്നെ നിലനിൽക്കും, കുറെ പേര് തൈമസ് ഗ്ലാൻഡിലേക്ക് പോകും. എന്തിനാ പോവും? അല്ലെങ്കിൽ ഇനി എന്ത് സംഭവിക്കണം? സെല്ല് പ്രൊഡ്യൂസ് ചെയ്താൽ അതിന്റെ ഡിഫറൻസിയേഷൻ നടന്നത് മെച്ചുർ ആവണ്ടേ, അത് ജോലി ചെയ്യാൻ പാകമാവണ്ടേ, മെച്ചുർ ആവണ്ടേ.
അപ്പോൾ അങ്ങനെയാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ആ പ്രൊഡ്യൂസ് ചെയ്ത സെൽസിന്റെ ലിംഫോസൈറ്റ്സിന്റെ മെച്ചുറേഷൻ. അപ്പൊ ഇവിടെ എന്താണ് ബോൺ മാരോയിൽ തന്നെ നിൽക്കുന്ന ലിംഫോസൈറ്റ് മെച്ചുർ ചെയ്യുന്ന എവിടെ ആയിരിക്കും അറിയാമോ? എവിടെയാണ്? ബോൺ മാരോയിൽ വെച്ച് തന്നെയാണ് മെച്ചുർ ചെയ്യുന്നത്. ദാറ്റ് ടൈപ്പ് ഓഫ് ലിംഫോസൈറ്റ്സ് ആർ കോൾഡ് ബി ലിംഫോസൈറ്റ്. ബോൺ മാരോയിൽ തന്നെ കാണപ്പെടുകയും അവിടെ മെച്ചുർ ചെയ്യുന്ന ലിംഫോസൈറ്റിനെ വിളിക്കുന്ന പേരാണ് ബി ലിംഫോസൈറ്റ്. ഇനി ഈ തൈമസ് ഗ്ലാൻഡിലേക്ക് പോയ ലിംഫോസൈറ്റുകൾ എവിടെയായിരിക്കും മെച്ചുർ ചെയ്യുന്നത്? തൈമസ് ഗ്ലാൻഡിലായിരിക്കും. അങ്ങനെ തൈമസ് ഗ്ലാൻഡിൽ വെച്ച് മെച്ചുറേഷനും ഡിഫറൻസിയേഷനും നടന്ന ലിംഫോസൈറ്റുകളെ വിളിക്കുന്ന പേരാണ് ടി ലിംഫോസൈറ്റ് എന്ന് പറയുന്നത്. സോ ഇതാണ് ബി ലിംഫോസൈറ്റും എന്താണ് ടി ലിംഫോസൈറ്റും എന്ന് പറയുന്നത്. അതിൽ ടി ലിംഫോസൈറ്റിന്റെ ജോലി എന്താണ്? ഹി പ്രൊവൈഡ്സ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. ഇവന്റെ ജോലി എന്താണ്? ആന്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി തരുന്നു, ആന്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നു ടി ലിംഫോസൈറ്റ്. അപ്പൊ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ഈസ് ടി ലിംഫോസൈറ്റ്, എന്താണ് ടി ലിംഫോസൈറ്റിന്റെ ജോലി എന്താണെന്ന് നോക്കുന്നത്. ടി ലിംഫോസൈറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ടി ഫോർ തൈമസ് എന്നാണ് ടി ലിംഫോസൈറ്റ്. അപ്പൊ ടി ലിംഫോസൈറ്റിന്റെ ഫംഗ്ഷൻ പ്രധാനമായിട്ടും ഫാഗോസൈറ്റോസിസ് നടത്തുക എന്നുള്ളതാണ്. ഫാഗോസൈറ്റോസിസ് നമ്മൾ പറഞ്ഞു എന്താണ്? എൻഗൾഫ് എന്നുള്ളതാണ് അല്ലെ. അപ്പോൾ എൻഗൾഫിംഗ് അല്ലെങ്കിൽ ഫാഗോസൈറ്റോസിസ് നടത്തുക എന്നുള്ളതാണ് ടി ലിംഫോസൈറ്റിന്റെ ജോലി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബോഡിയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡിലേക്ക് ഏതെങ്കിലും പാത്തോജൻസ് പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആദ്യം അവനെ പോയി എന്താണ് പിടിച്ചു വിഴുങ്ങും, എൻഗൾഫ് ചെയ്യും അല്ലെങ്കിൽ വിഴുങ്ങും. അങ്ങനെ വിഴുങ്ങി ആ വൈറസിനെ അല്ലെങ്കിൽ ആ ബാക്ടീരിയനെ അല്ലെങ്കിൽ ആ മൈക്രോബിനെ നശിപ്പിച്ച് കളയുക, നമുക്ക് രോഗം വരാതെ സൂക്ഷിക്കുക, സംരക്ഷിക്കുക എന്നുള്ളതാണ് ആരുടെ ജോലി? ടി ലിംഫോസൈറ്റിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ അവന്റെ പ്രൈമറി ഫംഗ്ഷൻ എന്താണ്? ഫാഗോസൈറ്റോസിസ് എന്ന് വിളിക്കും. അങ്ങനെ ഫാഗോസൈറ്റോസിസ് വഴി നമ്മുടെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യും. ഇനി ഈ ടി ലിംഫോസൈറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, ഞാൻ ഇപ്പൊ പറഞ്ഞു, അതായത് ടി ലിംഫോസൈറ്റ് തൈമസ് ഗ്ലാൻഡിൽ വെച്ചാണ് മച്യൂർ ആവുന്നതെന്ന് പറഞ്ഞു അല്ലെ. അങ്ങനെ മെച്യൂർ ആയി കഴിയുമ്പോൾ ഇവൻ ഡിഫറൻഷിയേറ്റ് ചെയ്യും. അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് സൈറ്റോടോക്സിക് ടി സെല്ല്, ഹെൽപ്പർ ടി സെല്ല്, മെമ്മറി ടി സെല്ല് എന്നൊക്കെ ഉള്ള പല രൂപങ്ങളിലേക്ക് മാറും. സൈറ്റോടോക്സിക്, മെമ്മറി ടി സെല്ല്, ഹെൽപ്പർ ടി സെല്ല് എന്നൊക്കെ പറയുന്ന പല രൂപങ്ങളിലേക്ക് മാറും. അതില് ഈ ഹെൽപ്പർ ടി സെല്ല് നമ്മൾ ഇനി വരുന്നതുള്ളൂ, ബി ലിംഫോസൈറ്റിലേക്ക് നമ്മൾ വരുന്നതുള്ളൂ. അതിനു മുമ്പ് ഈ ബി ലിംഫോസൈറ്റിന്റെ ജോലി എന്താണെന്നറിയാമോ? ടി ലിംഫോസൈറ്റിന്റെ ജോലി ഞാൻ പറഞ്ഞു ഫാഗോസൈറ്റോസിസ് നടത്തുക എന്നുള്ളതാണ്. ബി ലിംഫോസൈറ്റിന്റെ ജോലി എന്ന് പറയുന്നത് ഹി പ്രൊഡ്യൂസ് ആന്റിബോഡീസ്. എന്ത് ചെയ്യും? ബി ലിംഫോസൈറ്റ് ചില ആന്റിബോഡികളെ പ്രൊഡ്യൂസ് ചെയ്യും. ദാറ്റ് ആന്റിബോഡീസ് പ്രൊട്ടക്ട് അവർ ബോഡി. ആ ആന്റിബോഡിയാണ് ഇത് നമ്മുടെ ബോഡീനെ സംരക്ഷിക്കുന്നത് ഫ്രം ദ അറ്റാക്ക് ഓഫ് പാത്തോജൻസിന്റെ ആക്രമണങ്ങളിൽ നിന്നും ഈ ബി ലിംഫോസൈറ്റ് ഉണ്ടാക്കുന്ന ആന്റിബോഡീസ് നമ്മളെ രക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുക? നമ്മുടെ ഇൻസൈറ്റിൽ പറഞ്ഞിരിക്കുന്ന ഒരു സെന്റൻസ് ആണ്, അത് ക്ലിയർ ആക്കുക. നമ്മുടെ ഈ ബി ലിംഫോസൈറ്റ് എന്ന് പറയുന്നത് സ്വന്തമായിട്ടല്ല ആന്റിബോഡിയെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവന് ബി ലിംഫോസൈറ്റിന് സ്വന്തമായിട്ട് ആന്റിബോഡിയെ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഒരാളുടെയും കൂടി ഹെൽപ്പ് വേണം, സഹായം വേണം. അത് ആരാണെന്നറിയാമോ? ഈ ഹെൽപ്പർ ടി സെല്ല്. നമ്മുടെ ടി ലിംഫോസൈറ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്തുണ്ടാകുന്ന ഈ ഹെൽപ്പർ ടി സെല്ലിന്റെ സഹായത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത്? ഈ ബി ലിംഫോസൈറ്റ് ആന്റിബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത്രയും ഓർത്തു വയ്ക്കുക. നമുക്ക് ടി ലിംഫോസൈറ്റിന്റെ ജോലി എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഈ ടി ലിംഫോസൈറ്റിന്റെ ജോലി നമ്മൾ പറഞ്ഞു എന്താണ്? ഫാഗോസൈറ്റോസിസ് ജോലി അല്ലെ. അതായത് നമ്മുടെ ബോഡിയിലേക്ക് ഏത് നമ്മുടെ ബോഡിയുടെ സ്വന്തമല്ലാത്ത ഏത് ഫോറിൻ സബ്സ്റ്റൻസ് നമ്മുടെ ബോഡിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാലും ഇവൻ അതിനെ നശിപ്പിച്ചു കളയുന്നുള്ളതാണ് സത്യം. അതായത് നമ്മുടെ ബ്ലഡിലേക്ക് എന്താണ് പലതരത്തിൽ നമ്മൾ പറഞ്ഞല്ലോ, പലതരത്തിലുള്ള പാത്തോജൻസ് ഉണ്ടാവും. ആ പാത്തോജൻസ് എന്താണ് ഈ മ്യൂക്കസിനെയും GI ട്രാക്റ്റിനെയും റെസ്പിറേറ്ററി ട്രാക്റ്റിനെയൊക്കെ പറ്റിച്ച് ചിലപ്പോൾ എന്ത് ചെയ്യും? ബ്ലഡ് സർക്കുലേഷനിൽ എത്തപ്പെടാം. അങ്ങനെ ബ്ലഡ് സർക്കുലേഷനിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവൻ പെട്ടെന്ന് ഈ ബ്ലഡിൽ ഏതെങ്കിലും ഒരു പാത്തോജൻ വന്നാൽ ടി ലിംഫോസൈറ്റിന് പെട്ടെന്ന് അവനെ അറിയാനുള്ള കഴിവ് അവനുണ്ട്. അപ്പൊ അവന് മനസ്സിലാക്കാൻ പറ്റും സ്വന്തം ബോഡിയുടെ സെല്ലാണോ ഫോറിൻ സെല്ലാണോ എന്ന് അവന് മനസ്സിലാക്കാൻ പറ്റും. അവൻ എന്ത് ചെയ്യും? അത് ഫോറിൻ സെല്ലാണെന്ന് മനസ്സിലാക്കിയാൽ അപ്പം തന്നെ അവനെ ചെന്ന് എന്ത് ചെയ്യും? ഫാഗോസൈറ്റോസിസ് നടത്തി വിഴുങ്ങി അവനെ കൊന്നുകളയും. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, ഈ ടി ലിംഫോസൈറ്റിന് ഒരു
എബിലിറ്റി ഉണ്ട്. എന്താണ്? ബോഡീസ് ഓൺ സെല്ലിനെയും നമ്മുടെ ശരീരത്തിന്റെ സ്വന്തം സെല്ലിനെയും ഫോറിൻ സെല്ലിനെയും തിരിച്ചറിയാൻ സാധിക്കുന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ഇതാണ് അവന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് സാധാരണ രീതിയിൽ എന്ത് ചെയ്യില്ല, ഇവൻ നമ്മുടെ ബോഡിയിലെ സ്വന്തം സെല്ലുകളെ ഒന്നും പോയി നശിപ്പിക്കാറില്ല. പക്ഷെ അതിലൊരു എക്സെപ്ഷണൽ കേസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞത് സാധാരണ ജനറലി എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയാനുള്ളത്, നമ്മൾ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ. ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ എന്താണ്? ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഒരാളുടെ ശരീരത്തിലുള്ള ഏതെങ്കിലും ഓർഗൻ ഡാമേജ് ആയാൽ എന്താണ്, മറ്റൊരാളുടെ ബോഡിയിൽ നിന്നും ഹെൽത്തി ആയിട്ടുള്ള അതേ ഓർഗൻ വെച്ച് പിടിപ്പിക്കും. അതിന് നമ്മൾ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പോ ഇവിടെ ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുമ്പോൾ നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് എന്താണ്, നമുക്ക് ഏതെങ്കിലും, നമ്മളെല്ലാവരും മനുഷ്യരാന്ന് വിചാരിച്ചു നമുക്ക് എല്ലാവർക്കും ഹാർട്ടുണ്ട്, കണ്ണുണ്ട്, എന്താണ് കിഡ്നി ഉണ്ട്, ലിവർ ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഹാർട്ടോ ലങ്ങോ കിഡ്നി ഒന്നും നമുക്ക് എന്താണ് വാങ്ങിക്കാൻ പറ്റില്ല. നമ്മുടെ ബോഡിയിൽ, മറ്റൊരാളുടെ ബോഡിയിൽ നിന്നും അടുത്തയാളുടെ ബോഡിയിലേക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. അതെന്താണ് എന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഒരു ടേം പഠിക്കുന്നുണ്ട്, ഗ്രാഫ്റ്റ്. അപ്പോൾ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ പറഞ്ഞു, മറ്റൊരു വാക്ക് നമ്മൾ പഠിക്കുകയാണ് ഗ്രാഫ്റ്റ് എന്ന് വിളിക്കും. ഗ്രാഫ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ എ എന്ന് പറഞ്ഞൊരു പേഴ്സണ് നോക്കൂ, നമുക്കൊക്കെ അറിയാം പലപ്പോഴും ചിലപ്പോൾ പല കാരണങ്ങളാൽ നമ്മുടെ ഹാർട്ട്, ഐ, ലിവർ, കിഡ്നി ഇങ്ങനെയുള്ള അവയവങ്ങളൊക്കെ അല്ലെങ്കിൽ വൈറ്റൽ ആയിട്ടുള്ള ജോലിയൊക്കെ ചെയ്യുന്ന ഓർഗൻസ് ഒക്കെ ചിലപ്പോൾ എന്തെങ്കിലും പണിമുടക്കാം അല്ലെ. നമ്മൾ മരുന്നൊക്കെ കഴിച്ച് രോഗമൊന്നും കുറയുന്നില്ല, ഇവന്മാര് ശരിയായി വരുന്നില്ല എന്ന് പറയുമ്പോൾ ഡോക്ടർമാർ പറയും ഇനി ആകെ ഒരു വഴിയുള്ളൂ, എന്താണ്, ഈ അവയവം മാറ്റിവെക്കുക, ഇത് മുഴുവൻ കേടായിപ്പോയി, ചീത്തയായിപ്പോയി. അപ്പോൾ മറ്റൊരാളിൽ നിന്നും ഡോണർ അല്ലെങ്കിൽ മറ്റൊരാളിൽ നിന്നും ഹെൽത്തി ഒരാൾ തരാൻ വില്ലിങ് ആണെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള മറ്റൊരാളുടെ ലിവറോ കിഡ്നിയോ ഒക്കെ നമുക്ക് മാറ്റി വെക്കാവുന്നതാണ് എന്ന് ഡോക്ടർമാർ പറയും. അപ്പോൾ എന്ത് ചെയ്യും, ഏത് വ്യക്തിയിൽ നിന്നും ഏത് ഓർഗനാണോ നമ്മൾ വാങ്ങിക്കുന്നത് നമ്മുടെ ബോഡിയിലേക്ക് ഫിറ്റ് ചെയ്യുന്നത്, അതാണ് നമ്മൾ ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രാഫ്റ്റ് എന്ന് പറയും. അപ്പൊ ഇവിടെ ഒരു പുതിയ ടൈം ഗ്രാഫ്റ്റ് റിജക്ഷൻ എന്ന് വിളിക്കും. ഗ്രാഫ്റ്റിനെ റിജക്റ്റ് ചെയ്യും. അതായത് എന്താണ്, നമുക്ക് ഏതെങ്കിലും ഒരു അവയവം നമുക്ക് ഒരാളിൽ നിന്ന് മറ്റൊരാളിൽ നിന്നും വാങ്ങണമെങ്കിൽ അല്ലെങ്കിൽ കൊടുക്കണമെങ്കിൽ നമുക്ക് കുറെ കാര്യങ്ങൾ നോക്കാനുണ്ട്. എന്തൊക്കെയെന്ന് അറിയാമോ? ബ്ലഡ് ഗ്രൂപ്പ്, സെയിം ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ് നമ്മൾ നോക്കേണ്ടി വരും. അതുപോലെ തന്നെ അതേ എന്താണ് ഈ ഓർഗൻ ഉണ്ടാക്കിയിരിക്കുന്ന ആ ടിഷ്യൂവിന്റെ സിമിലാരിറ്റി നോക്കേണ്ടി വരും. നമ്മൾ സ്റ്റെം സെൽ എന്നൊക്കെ പറഞ്ഞൊരു സെല്ലിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പോൾ ഈ സ്റ്റെം സെല്ല്, അപ്പോൾ എന്താണ്, ഒരുപോലെയുള്ള സ്റ്റെം സെല്ലുകളിൽ നിന്നാണ് അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ടിഷ്യൂസിൽ നിന്നാണ് ഈ ഓർഗൻ ഉണ്ടായിരിക്കുന്നെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, നമുക്ക് എ എന്നുള്ള ആളിൽ നിന്നും ബി എന്നുള്ള ആൾക്ക്, ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് ഓർഗനെ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഓർത്തിരിക്കേണ്ടത് എന്താണ്, ബ്ലഡ് ഗ്രൂപ്പിംഗ് മാത്രമല്ല നമ്മൾ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുമ്പോൾ നോക്കുന്നത്, ടിഷ്യൂ മാച്ചിങ്ങും കൂടി നോക്കും. അതായത് ആ ഓർഗൻ ഉണ്ട്, ഇപ്പൊ നമുക്ക് ലങ് ആണ് അല്ലെങ്കിൽ നമുക്കിപ്പോൾ ലിവർ ആണ് മാറ്റേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന ആളുടെ ലിവറിന്റെ ടിഷ്യൂവും ഈ ആർക്കാണോ വെച്ചു പിടിപ്പിക്കുന്നത് അയാളുടെ ലിവറിന്റെ ടിഷ്യൂ തമ്മിൽ എന്താവണം, മാച്ചിങ് ആവണം. അതാണ് നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത്. അപ്പൊ നമ്മൾ ഏത് ഓർഗനാണോ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് അതാണ് ഗ്രാഫ്റ്റ്. അയാളിൽ നിന്ന് നമ്മൾ വാങ്ങുമ്പോൾ എന്താണ്, അത് ഗ്രാഫ്റ്റ് എന്ന് പറയും. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് അറിയാമോ? ടി ലിംഫോസൈറ്റ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കും. അതായത് നമ്മുടെ ബോഡിയിൽ എന്തുകൊണ്ടാണ് നമ്മൾ ടിഷ്യൂ മാച്ചിങ് നോക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടി ലിംഫോസൈറ്റിനെ പറ്റി അവൻ കുഴപ്പമുണ്ടാക്കും. അതായത് അതേ രീതിയിലുള്ള ലിംഫോസൈറ്റ്, അതേ രീതിയിലുള്ള സെയിം ഓർഗൻ തന്നെയല്ല വരുന്നെങ്കിൽ ഒരു കുഞ്ഞു വ്യത്യാസം വന്നാൽ ഇവൻ മനസ്സിലാക്കും അത് ഫോറിൻ ബോഡിയാന്നുള്ളത്. ടി ലിംഫോസൈറ്റ് മനസ്സിലാക്കും. അവൻ എന്ത് ചെയ്യും, അവൻ ചെന്നിട്ട് നമ്മളെ വെച്ച് പിടിപ്പിച്ച ആ ഹെൽത്തി ആയിട്ടുള്ള ഓർഗനെ നശിപ്പിച്ച് കളയും. ചിലപ്പോൾ ആള് തന്നെ ചിലപ്പോൾ മരിച്ചൊക്കെ പോകാനുള്ള സാധ്യത ഉണ്ടാവും. അപ്പൊ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ടിഷ്യൂ മാച്ചിങ് നോക്കുന്നത്. വാങ്ങുന്നയാളുടെയും കൊടുക്കുന്നയാളുടെയും സെയിം ആയിട്ടുള്ള ടിഷ്യൂ ഉണ്ടാവണം എന്ന് നിർബന്ധമാണ്. അപ്പോൾ നമ്മുടെ എന്താണ്, അങ്ങനെ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ ടി ലിംഫോസൈറ്റ് അത് ഫോറിൻ ആണെന്ന് തിരിച്ചറിയുകയും അതിനെ നശിപ്പിച്ച് കളയുകയും ചെയ്യുന്ന, അതാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ഗ്രാഫ്റ്റ് റിജക്ഷൻ എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ എങ്ങനെയാ നമ്മൾ ഇത് ചെയ്യും? അപ്പൊ നമുക്കിത് മാത്രം മതിയോ? ടിഷ്യൂ മാച്ചിങ്ങും ബ്ലഡ് ഗ്രൂപ്പിങ്ങും മാത്രം മതിയോ? പോരാ. എങ്ങനെയാണ് അത് ചെയ്യുന്നത്? അതിനു മുമ്പ് നമുക്ക് ടെക്സ്റ്റിൽ ഇതിനെക്കുറിച്ച് എന്ത് പറയാം? വെൻ സം ഹ്യൂമൻ ഓർഗൻസ് ലൈക്ക് ഹാർട്ട്, കിഡ്നി, ലിവർ, കിഡ്നി ഫെയിൽ ടു ഫങ്ഷൻ സാറ്റിസ്ഫാക്ടറിലി
എന്ത് ചെയ്യും? ട്രാൻസ്പ്ലാന്റേഷൻ ഈസ് ദ ഓൺലി റെമഡി ടു ഇനേബിൾ ദ പേഷ്യന്റ് ടു ലീവ് എ നോർമൽ ലൈഫ്, അല്ലെ? ദെൻ എ സെർച്ച് ബിഗിൻസ്. എന്താണ്? ടു ഫൈൻഡ് എ സ്യൂട്ടബിൾ ഡോക്ടർ. ട്രാൻസ്പ്ലാന്റേഷൻ മാത്രമായിരിക്കും ഒരു വഴിയുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡോണറെ നമുക്ക് സെർച്ച് ചെയ്യണം. ആ ഡോണർ ഗ്രാഫ്റ്റ് എന്താന്ന് ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. ഗ്രാഫ്റ്റ് ഫ്രം ജസ്റ്റ് എനി സോഴ്സ്. അതെന്തൊക്കെയാവാം? അനിമൽ ആവാം, അതായത് പ്രൈമേറ്റ്സ് ആവാം, അല്ലെ? പ്രൈമേറ്റ്സ്, നമ്മൾ പ്രൈമേറ്റുകൾ, അതർ പ്രൈമേറ്റുകൾ ആവാം. എനി ഹ്യൂമൻ ബീങ്സ് കനോട്ട് ബി മെയ്ഡ് സൈൻസ് ദ ഗ്രാഫ്റ്റ് വുഡ് ബി റിജക്റ്റഡ് സൂണർ ഓർ ലേറ്റർ. എന്തായിരിക്കും? അപ്പൊ നമുക്ക് ചില ആനിമൽസിൽ നിന്നോ അല്ലെങ്കിൽ പ്രൈമേറ്റിൽ നിന്നോ എന്താണ് നമുക്ക് ഈ ഗ്രാഫ്റ്റുകളെ നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റും. പക്ഷെ റിസീവ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ടിഷ്യൂ മാച്ചിങ്, ബ്ലഡ് ഗ്രൂപ്പ് മാച്ചിങ് ആർ എസെൻഷ്യൽ ബിഫോർ അണ്ടർടേക്കിംഗ് എനി ഗ്രാഫ്റ്റ് ഓർ ട്രാൻസ്പ്ലാന്റേഷൻ. And even after this, the patient has to take immunosuppressant all her life. അപ്പൊ ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഗ്രാഫ്റ്റ് എന്താണെന്ന് മനസ്സിലായില്ല. അപ്പൊ ഗ്രാഫ്റ്റിൽ നമ്മൾ ടിഷ്യൂ മാച്ചിങ്ങും ബ്ലഡ് ഗ്രൂപ്പിങ്ങും നോക്കുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞു. ടിഷ്യൂ മാച്ചിങ് പ്രധാനമായിട്ട് നോക്കാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു. ഇനി അത് മാത്രം പോരാ, എന്ത് ചെയ്യും? നമ്മൾ ഈ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ് ഒരു വളരെ മാച്ചിങ് ആയിട്ടുള്ള ടിഷ്യൂ ഉള്ള, അത് മിക്കവാറും ചിലപ്പോൾ നമുക്ക് നമ്മുടെ റിലേറ്റീവ്സിലൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. പ്രധാനമായിട്ടും റിലേറ്റീവ്സ് ഒക്കെ ആയിരിക്കും നമുക്ക് ഇങ്ങനെയുള്ള ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ നടക്കാൻ അല്ലെങ്കിൽ സഹായിക്കുന്നത്. ചിലപ്പോൾ അത് ഉണ്ടാവണമെന്ന് നിർബന്ധം നമുക്ക് പറയാനും പറ്റില്ല. അങ്ങനെ ഉണ്ടാവണമെന്നും നിർബന്ധമില്ല. അപ്പൊ എന്ത് ചോദിച്ചു? നമുക്ക് ഈ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയാൽ ഒരാളുടെ ലിവർ നമുക്ക് മറ്റൊരാളിലേക്ക് വെച്ച് പിടിപ്പിക്കുന്ന സമയത്ത് എന്താണ് ടിഷ്യൂ മാച്ചിങ് മാത്രം നമുക്ക് നോക്കിയാൽ പോരാ. പകരം എന്തും കൂടി നോക്കണം. ആദ്യം നമ്മൾ ഒരു ഇമ്മ്യൂണോ സപ്രസന്റ് മരുന്നുകൾ കൊടുത്ത് ഈ T ലിംഫോസൈറ്റിനെ സപ്രസ് ചെയ്യും. തൽക്കാലം അവന്മാരെ ഒന്ന് പറ്റിക്കും. എന്താണ്? അവന്മാരെ ഒന്ന് മയക്കി അവിടെ ഇരുത്തും. നമ്മൾ ഈ സർജറി ചെയ്യുന്ന, ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്ന ആ സമയത്ത് അവന്മാരെ ഒന്ന് പതുക്കി എന്ത് ചെയ്യും? ഒന്ന് മയക്കി അവിടെ ഇരുത്തും. അവന്മാര് ആക്റ്റീവ് ആവാതിരിക്കാൻ വേണ്ടി ഇമ്മ്യൂണോ സപ്രസിന് മരുന്ന് കൊടുക്കും. അങ്ങനെ എന്നിട്ട് ഓക്കെ ആവും. അപ്പോൾ എന്ത് ചെയ്യും? ഇവന് ആ സംഭവം നടക്കുന്ന കാര്യം അവന് പിടുത്തം കിട്ടൂല, മാറ്റി വെച്ചെന്നുള്ള കാര്യം അറിയാൻ പറ്റില്ല. പിന്നെ എന്ത് ചെയ്യും? അങ്ങനെ അയാൾ ആ സർജറി ഒക്കെ നടത്തി കഴിഞ്ഞതിന് ശേഷം അങ്ങനെയുള്ള ഒരു വ്യക്തി എന്താണ് ജീവിതകാലം മുഴുവൻ ചിലപ്പോൾ ഇമ്മ്യൂണോ സപ്രസന്റ് മരുന്നുകൾ കഴിക്കേണ്ടി വരും. അതായത് ഇമ്മ്യൂണോ സപ്രസന്റ് മരുന്നുകൾ എന്ന് പറഞ്ഞാൽ എന്താ? ഈ T ലിംഫോസൈറ്റിനെ എന്താണ് ഒന്ന് സപ്രസ് ചെയ്ത്, ഒന്ന് ഒതുക്കി നിർത്താനുള്ള, സപ്രസ് ചെയ്ത് നിർത്താനുള്ള മരുന്നുകൾ അദ്ദേഹം ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ഈ T ലിംഫോസൈറ്റിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഇനി അങ്ങനെ ഫിറ്റ് ചെയ്താൽ എന്താ? ദ ബോഡി ഈസ് ഏബിൾ ടു ഡിഫറൻഷിയേറ്റ് സെൽഫ് ആൻഡ് നോൺ സെൽഫ് ആൻഡ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഗ്രാഫ്റ്റ് റിജക്ഷൻ. ഇനിയിപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിലോ അല്ലെങ്കിൽ ഇമ്മ്യൂണോ സപ്രസന്റ് കൊടുത്തില്ലെങ്കിലോ അല്ലെങ്കിൽ എന്താണ് ടിഷ്യൂ മാച്ചിങ് നോക്കിയില്ലെങ്കിലോ നമ്മുടെ ബോഡിക്ക് ഒരു പ്രത്യേകതയുണ്ട്, അല്ലെങ്കിൽ T ലിംഫോസൈറ്റുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ബോഡിയുടെ ഓൺ സെൽസിനെയും അല്ലെങ്കിൽ സെൽഫ് സെൽസിനെയും അല്ലെങ്കിൽ നോൺ സെൽഫ് അല്ലെങ്കിൽ ഫോറിൻ സെൽസിനെയും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. അപ്പൊ എന്ത് പറ്റും? ഫോറിൻ സെല്ലാണ് വന്നെന്ന് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ ചെന്ന് നശിപ്പിച്ച് കളയും. അപ്പൊ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടിഷ്യൂ മാച്ചിങ് നോക്കുന്നത്, ബ്ലഡ് ഗ്രൂപ്പിംഗ് നോക്കുന്നത്. ബ്ലഡ് ഗ്രൂപ്പിംഗ് നമുക്കറിയാം, ആന്റിജൻ ആന്റിബോഡി ക്ലോട്ടിങ് അല്ലെങ്കിൽ എന്താണ് അഗ്ലൂട്ടിനേഷൻ ഒക്കെ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? അപ്പൊ നമ്മൾ ടിഷ്യൂ മാച്ചിങ് നോക്കുന്നത് ഈ ഒരു ഉദ്ദേശത്തിലാണ്. അതുകൂടാതെ എന്ത് ചെയ്യുന്നു? നമ്മൾ പറഞ്ഞു സർജറി ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇമ്മ്യൂണോ സപ്രസിന്റെ മരുന്ന് കൊടുത്ത് ഇവനെ ഒന്ന് മയക്കി കിടത്തിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അതോടൊപ്പം അങ്ങനെ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തി സക്സസ് ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യും? ജീവിതകാലം മുഴുവൻ ഈ T ലിംഫോസൈറ്റിന്റെ പ്രവർത്തനം കുറയ്ക്കാനുള്ള ഇമ്മ്യൂണോ സപ്രസന്റ് മരുന്നുകൾ കഴിക്കുകയും ചെയ്യണം. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മൾ T ലിംഫോസൈറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് B ലിംഫോസൈറ്റിനെ കുറിച്ചാണ്. B ലിംഫോസൈറ്റ് ഫോം ചെയ്യുന്നത് എങ്ങനെയാ നമ്മൾ പറഞ്ഞു. അതിന്റെ ഡെവലപ്മെന്റും മെച്ചുറേഷനും ഒക്കെ നടക്കുന്നത് ബോൺ മാരോയിൽ വെച്ച് തന്നെയാണ്, അല്ലെ? നോക്കൂ, ഇനി B ലിംഫോസൈറ്റ് എങ്ങനെയാണ് നമുക്ക് ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്? ബൈ പ്രൊഡ്യൂസിങ് സം പ്രോട്ടീൻസ് കോൾഡ് ആന്റിബോഡീസ്. നോക്കൂ, ദ B ലിംഫോസൈറ്റ് പ്രൊഡ്യൂസ് അൻ ആർമി ഓഫ് പ്രോട്ടീൻ. ആർമി ഒക്കെ നമുക്കറിയാം, ആർമി എന്താണെന്നറിയാം. അപ്പൊ പ്രോട്ടീനുകളുടെ ഒരു ആർമിയെ പ്രൊഡ്യൂസ് ചെയ്യുന്നു ഇൻ റെസ്പോൺസ് ടു പാത്തജൻസ് ഇൻ ടു അവർ ബ്ലഡ് ടു ഫൈറ്റ് വിത്ത് ദം. ദീസ് പ്രോട്ടീൻസ് ആർ കോൾഡ് ആന്റിബോഡീസ്. നമ്മുടെ ബോഡിയിലേക്ക് ഏതെങ്കിലും പാത്തോജൻസ് വന്നു കഴിഞ്ഞാൽ അവന്മാരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി, വഴക്കുണ്ടാക്കി പോരടിച്ച് അവന്മാരെ കൊന്നുകളയാൻ വേണ്ടി, നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആന്റിബോഡി എന്ന് പറയുന്ന ചില ആർമി പ്രോട്ടീൻസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ആന്റിബോഡി. അപ്പൊ ആന്റിബോഡി എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്തു. എന്താണ്? നമ്മുടെ T ലിംഫോസൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹെൽപ്പർ T സെല്ലിന്റെ സഹായത്തോടു കൂടിയാണ് ആര്? നമ്മുടെ B ലിംഫോസൈറ്റ് ആന്റിബോഡിയെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നോക്കൂ, ദ സെൽസ് പ്രൊഡ്യൂസ് ആന്റിബോഡീസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹെൽപ്പർ T സെല്ല്. ഹെൽപ്പർ T സെല്ലിന്റെ സഹായത്തോടു കൂടിയാണ് ആന്റിബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്താണ് ആന്റിബോഡി എന്നും കൂടി നോക്കാം.
ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്തു ആന്റിബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ആർമി ഓഫ് പ്രോട്ടീൻ ആണ് പ്രൊഡ്യൂസ്ഡ് ഇൻ റെസ്പോൺസ് ടു എൻട്രി ഓഫ് പാത്തജൻ, അല്ലെ? പാത്തജന്റെ എൻട്രി നടക്കുമ്പോൾ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീൻ ആർമിക്ക് വിളിക്കുന്ന പേരാണ് ആന്റിബോഡി എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് ആന്റിബോഡി എന്താണ്, അതിന്റെ സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. ആന്റിബോഡി ഓർ ഇമ്മ്യൂണോഗ്ലോബുലിൻ. ആന്റിബോഡിക്ക് നമ്മൾ മറ്റൊരു പേരും കൂടെ വിളിക്കും, ആന്റിബോഡി എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്നും കൂടി വിളിക്കും. ആന്റിബോഡി ഓർ ഇമ്മ്യൂണോഗ്ലോബുലിൻ, അതിന്റെ ഒരു സ്ട്രക്ചറാണ് ഈ കൊടുത്തിരിക്കുന്നത്, സ്ട്രക്ചർ. അപ്പോൾ ഇവന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ് നോക്കൂ, 2 ചെയിനുകൾ, അതായത് 2 ഹെവി ചെയിനുകളും 2 ലൈറ്റ് ചെയിനുകളും ഉണ്ട്, അല്ലെ? H2L2 സ്ട്രക്ചർ എന്ന് ഇതിനെ വിളിക്കുക. H2L2 സ്ട്രക്ചർ, 2 ഹെവി ചെയിൻ. നോക്കിക്കേ, ഇതാണ് ഹെവി ചെയിൻ എന്ന് പറയുന്നത്. ദീസ് ആർ ഹെവി ചെയിൻ. ഉണ്ടോ? വലുതല്ലേ? ഹെവി ചെയിൻ, ഹെവി ചെയിൻ. ഇതിനോട് ചേർന്നിരിക്കുന്ന ഈ സ്മോൾ ചെയിൻ ആണ് ലൈറ്റ് ചെയിൻ. ഇതാണ് ലൈറ്റ് ചെയിൻ. അപ്പോ 2 ഹെവി ചെയിൻ, 2 ലൈറ്റ് ചെയിൻ. 2 ഹെവി ചെയിനും 2 ലൈറ്റ് ചെയിനും ഉണ്ട്. ഇതാണ് ഹെവി ചെയിൻ, ഇതാണ് ലൈറ്റ് ചെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാം ഇതൊരു പോളിപെപ്റ്റൈഡുകളാണിത്. പോളിപെപ്റ്റൈഡുകളാണ്, പ്രോട്ടീൻസ് അല്ലേ? അപ്പോൾ നമുക്കറിയാം പ്രോട്ടീൻ എന്ന് വെച്ചാൽ എന്താണ്? പോളിപെപ്റ്റൈഡുകളാണ്. അപ്പൊ ഈ പോളിപെപ്റ്റൈഡുകളെ പരസ്പരം കണക്ട് ചെയ്തുകൊണ്ട് ഈ ചെയിനുകൾ ഇങ്ങനെ യോജിപ്പിച്ച് നിർത്തുന്ന ബോണ്ടുകൾക്ക് വിളിക്കുന്ന പേര് ഡൈസൾഫൈഡ് ബോണ്ടുകൾ എന്ന് വിളിക്കും. ഓക്കെ, ഈ ചെയിൻസിനെ കണക്ട് ചെയ്യുന്ന ബോണ്ട് ആണ് ഡൈസൾഫൈഡ് ബോണ്ട്സ്. ഓക്കെ, നോക്കൂ, ഈ ഭാഗം കണ്ടോ, ഇങ്ങനെ ഇരിക്കുന്നത്, ഇങ്ങനെ ഇവിടെയുണ്ട്. ഈ ഓരോ ഹെവി ചെയിന്റെയും ഓരോ ലൈറ്റ് ചെയിന്റെയും എഡ്ജിലായിട്ട്, അറ്റത്തായിട്ട് ഇങ്ങനത്തെ ഒരു ഭാഗമുണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് ആന്റിജൻ ബൈൻഡിങ് സൈറ്റ് എന്ന് വിളിക്കും. എന്താണ്? ആന്റിജൻ ബൈൻഡിങ് സൈറ്റ്. നമ്മുടെ ഈ ഇമ്മ്യൂണോഗ്ലോബുലിൻ ചെന്നിട്ട് നമ്മുടെ ബോഡിയെ ആക്രമിക്കാൻ വന്നിരിക്കുന്ന പാത്തജനെ അല്ലെങ്കിൽ ആന്റിജനെ പോയി ബൈൻഡ് ചെയ്യും. എന്നിട്ട് നടക്കുന്ന റിയാക്ഷൻ നമ്മൾ ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ എന്ന് പറയും. അങ്ങനെ ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ വഴി ആ ആന്റിജനെ ഇവൻ നശിപ്പിച്ച് കളയും. അങ്ങനെ നമുക്ക് ഇമ്മ്യൂണിറ്റി തരാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് ഇമ്മ്യൂണോഗ്ലോബുലിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതാണ് ആന്റിജൻ ബൈൻഡിങ് സൈറ്റ് എന്ന് പറയുന്നത്. ഈ സൈറ്റിൽ വാ പോലെ തുറന്നിരിക്കുന്ന ഈ സൈറ്റിലേക്ക് ആന്റിജനെ ബൈൻഡ് ചെയ്യുന്നു. പിന്നെ ആ ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അതൊരു കോംപ്ലക്സ് മെക്കാനിസം ആണ്. നമ്മൾ ഹയർ ക്ലാസ്സിലേക്ക് പഠിക്കും. ഇവിടെ വെച്ചിട്ട് അവനെ നശിപ്പിച്ച് കളയും എന്നുള്ളതാണ് ഇവന്റെ ഫംഗ്ഷൻ. ഓക്കെ, ആന്റിബോഡി ഓർ ഇമ്മ്യൂണോഗ്ലോബുലിൻ. അടുത്തതായിട്ട് ഏതൊക്കെയാണ് നമ്മുടെ ബോഡിയിൽ കാണപ്പെടുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ, ടൈപ്സ് ഓഫ് ഇമ്മ്യൂണോഗ്ലോബുലിൻ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. നോക്കൂ, 1 IgA, 2 IgG, 3 IgE, IgM, IgD. ഏതൊക്കെയാണ്? IgA, IgD, IgG, IgE, IgM. ഇങ്ങനെ പ്രധാനമായിട്ടും 5 ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ആണ് കാണുന്നത്. നമ്മുടെ ടെക്സ്റ്റിൽ നമുക്ക് പ്രധാനമായിട്ടും മെയിൻലി 3 ഇമ്മ്യൂണോഗ്ലോബുലിൻസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. IgA, IgG, IgE. എന്താണ് IgA എന്ന് പറയുന്നത്? കൊളസ്ട്രോൾ. നമ്മൾ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്നുള്ള ചാപ്റ്റർ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, എന്താണ്, ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷം ആദ്യത്തെ ഒരു 5-6-7 ദിവസങ്ങൾ വരെയുള്ള ആ ബ്രസ്റ്റ് മിൽക്കിൽ ലോട്ട് ഓഫ് ആന്റിബോഡീസ്, പ്രോട്ടീനുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ എന്താണ്, അങ്ങനെ കിട്ടുന്ന ആ ബ്രസ്റ്റ് മിൽക്ക്, ഇനീഷ്യൽ ഡേയ്സിലുള്ള ബ്രസ്റ്റ് മിൽക്കിനെ പറയുന്ന പേരാണ് കൊളസ്ട്രോൾ എന്ന് പറയും. അപ്പൊ കൊളസ്ട്രോമിൽ അടങ്ങിയിരിക്കുന്ന ആന്റിബോഡിയാണ് IgA എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, കൊളസ്ട്രോം നമ്മുടെ ബോഡിയിലേക്ക് വരുമ്പോൾ, കുട്ടിയുടെ ബോഡിയിലേക്ക് വരുമ്പോൾ ആ കുട്ടിക്ക് കിട്ടുന്ന ഇമ്മ്യൂണോഗ്ലോബുലിനാണ് IgA എന്ന് പറയും. അടുത്ത പ്ലാസെന്റ. എന്താണ്, ആ ഗസ്റ്റേഷൻ പീരീഡിൽ ആ മദർ ക്യാരിങ് ആയിരിക്കുന്ന സമയത്ത് ഫീറ്റസിനും ഇതുപോലെ മദറിന്റെ ബോഡിയിലും ഇതുപോലെ ചില ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും. ഏത് ആന്റിബോഡിയാ അല്ലെങ്കിൽ ഏത് ഇമ്മ്യൂണോഗ്ലോബുലിനാ? IgG എന്ന് പറയും. ആ IgG എന്ന് പറയുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ ഉണ്ടാവുകയും അത് പ്ലാസെന്റയിലൂടെ കുഞ്ഞിന് അവൈലബിൾ ആവുകയും ചെയ്യും.
ഓക്കെ, അടുത്താണ് IgE എന്ന് പറയുന്നത്. IgE എന്ന് പറഞ്ഞാൽ അലർജിയോട് ബന്ധപ്പെട്ട്, നമുക്ക് അലർജി അറിയാലോ, തുമ്മും ചീറ്റും ഒക്കെ ചെയ്യുന്നില്ലേ, അത് നമ്മൾ വിശദമായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ അലർജി വരാൻ കാരണം എന്താണ്? അലർജി, നമുക്ക് ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസിനോട് നമുക്കൊരു അവേർഷൻ അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് ഒരു അവേർഷൻ തോന്നിക്കഴിഞ്ഞാൽ IgE എന്ന് പറഞ്ഞ ഒരു ഇമ്മ്യൂണോഗ്ലോബുലിൻ പ്രൊഡ്യൂസ് ചെയ്യും. അത് എന്താണ്, നമ്മുടെ ബോഡിയെ ആ അലർജനെ അത് പുറത്തേക്ക് കളയാൻ ശ്രമിക്കുകയും ചെയ്യും. പിന്നെ IgMഉം IgDയും നമ്മൾ പേര് മാത്രം ഡിസ്കസ് ചെയ്താൽ മതി. ഓക്കെ, ഇത്തരമാണ് ആന്റിബോഡി ഓർ ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുന്നത്. ഓക്കെ, IgA, IgG, IgE, IgM, IgD. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അക്വേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അക്വേർഡ് ഇമ്മ്യൂണിറ്റി ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് നമുക്ക് അക്വേർഡ് ഇമ്മ്യൂണിറ്റി ഉണ്ടാകുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു.